വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇന്റെ വീഡിയോന്റെ സൗണ്ട് ഇട്ടിട്ട് ജീവ ഒന്നുമേ അറിഞ്ഞില്ല, കിടന്നുറങ്ങണോണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വസാക്ക? ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ സ്പേസിൽ പോവാണ്. വെക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ അടിപൊളി സ്പേസ് ആണ്. അതായത് ഹൈലൈറ്റ് മാൾ പോവാണ് കോഴിക്കോട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് എന്റെ കസിന് റസല് പറഞ്ഞു. സോ നമ്മൾ അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ഇട്ടുണ്ടെന്ന് ലൈവായിട്ട് ചവിട്ടി കൂട്ടുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നല്ല കൊടുക്കും. കാരണം ഓൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ അവിടെ പോണത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കിഡ്സിന് പറ്റിയൊരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കസിൻസിനൊക്കെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല. അപ്പൊ പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മളെ മുത്തുമണി ഉറങ്ങാണ്. ഇത്രയും നേരം തൊള്ളപടായി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ക്ഷീണിതയായി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓൾ ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ഞങ്ങൾ കോഴിക്കോട് എത്താനായിട്ടുണ്ട്. ബാക്കി കോഴിക്കോടൊന്നും എത്തിയിട്ടില്ല, ചേടാരി പോലും എത്തിയില്ല. എന്താ ഡ്രൈവറെ? അത് പിന്നെ ഞാൻ സൂപ്പർ ഫാസ്റ്റ് ഡ്രൈവറാണ്. എനിക്ക് ലോങ് ആയിട്ട് തോന്നിട്ടില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇതുവരെ റസലും ബാസിക്കാക്കിയും ഇതിലായിട്ട് കയറാൻ പോകട്ടോ. ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നല്ല കുട്ടികളാണ്. വെറുതെ എന്തിനാ പല്ലും മൂക്കൊക്കെ പോക്കണേ. ഓക്കെ, 8 ലാപ്പിന് 350, 10 ലാപ്പിന് 400, 100 ലാപ്പിന് 3200 രൂപ. അശോക അതിൽ പോകും. പോണ പപ്പൻ്റെ കൂടെ പോണ ശിവ. രണ്ട് പോണം. സീറ്റ് ബെൽറ്റ് ഉണ്ടോ ശിവ? ശിവ അബ്ബയുടെ ശിവ പപ്പ പറയണതാ. അപ്പ എക്സ്പീരിയൻസ് പറയും. ഡ്രിഫ്റ്റ് ചെയ്ത ആൾക്കാർ നല്ല രസമുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴാണ് രസം. ഡ്രിഫ്റ്റ് ചെയ്ത പക്ഷേ അതിന്റെ സോക്കറ്റ് ഇളകിയ ചെയിന് ലൂസായി. അതൊന്ന് ഓവർ ഡ്രിഫ്റ്റ് ചെയ്ത് വെർച്വൽ റിയാലിറ്റിയിൽ കയറാൻ പോവാണ്. ഒരിക്കൽ കുട്ടി കരഞ്ഞ് ഒലിപ്പിച്ചു കൊടുത്ത് പോയതാണ്. ഇന്ന് നമുക്ക് എന്താവാൻ നോക്കാം. ഞാൻ കരയൂല.
ഞെട്ടി നോക്കാം. ജീവ മേടിച്ചു. ഇതെന്താ എന്റെ കാലൊക്കെ എങ്ങനെ താഴത്തേക്കൊക്കെ നൃത്തത്തിൽ സ്റ്റൈലായിട്ട് കാര്യമില്ല. പൊട്ടിച്ച് ബലു പൊട്ടിച്ച് മൂന്ന് ബലൂൺ ഒറ്റ നോട്ട് 5. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ പാക്കേജ് എടുത്തതാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇനി ഓരോന്ന് തുറന്നു നോക്കിയിട്ട് വേണം. അതിൽ തോന്നിയ ഒരു പാക്കേജ് പോയി സെലക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അത് എനിക്കറിയാം, അത് ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത പാക്കേജിലുള്ളതല്ല. ആ ഓക്കെ. എന്താ കാണാനുള്ള രസമുണ്ട്. പാവം ദാഹിച്ചു. ബൈ ബൈ. സിമ ഇവിടുന്ന് 6 ഓളം എടുക്കാൻ വന്നാലും ബൈ. ബൈ ബൈ ബൈ. ജീവൻ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? മോന്ത ശരിയില്ല. കണ്ണട വെച്ച നായ്ക്കുട്ടി ശിവ, കണ്ണട വെച്ച നായ്ക്കുട്ടി. അടിക്ക്. അപ്പൊ ഗൈസ് നമ്മളെ ഹൈലൈറ്റ് യാത്ര ഒക്കെ കഴിഞ്ഞു. രാവിലെ കയറിയതാണ് ഇതിൻ്റെ ഉള്ളിൽ, രാത്രിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണത്. ഇനി വീട്ടിൽ പോയെങ്കിൽ വീട്ടുകാര് വിളിക്കല അവരെ ഇവിടെ വന്ന് തല്ലലേക്കാണ്. അപ്പൊ എല്ലാവർക്കും വേഗം വീട്ടിൽ പോവാം. ആരോളടുത്തേക്ക് വന്നാൽ ഇവിടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ആരോളടുത്തേക്ക് വന്നോളൂ വേഗം അങ്ങനെ പറയാ ബൈ. ആടാ അങ്ങനെ പറയാ പൊയ്ക്കോ പോവാൻ പറയണേ ബൈ. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. യെസ് എന്താ അന്നൂസിനെ കണ്ടപ്പോ എന്താ അവളെ സന്തോഷം. അന്നുത്താത്തയുടെ ജിവുവിന്റെ അന്നുത്താത്തയുടെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകട്ടോ. ഇനി നമ്മള് ഫുഡൊക്കെ കഴിക്കണം. ജീവ ഒരു ഉമ്മ എടുത്ത അവ എടുത്തേ അവ അവ എടുത്തേ അവ അവ
ടാറ്റ ടാറ്റാ ബൈ ബൈ ബൈ. സോറി, കണ്ട സന്തോഷാണ്. എന്താ പത് കഥൊക്കെ പോയിക്കണേ. ആ അതാ കാറ് കേറില്ല നമ്മള്. അതിന് ശേഷം തല തിരിഞ്ഞിക്കണേ. മാമനെവിടെ ശിവ? മാമനെവിടെ? മാമന്റെ കുട്ടിയാണ് അവള് ല്ലേ ശിവാപ്പുവാ? ഒരവ്വ എടുത്തേ, ഒരവ്വ എടുത്തേ. എവിടെ? എല്ലാരും കാറ് കയറി. ബായ് ബായ് ബായ്. നിങ്ങള് പൊയ്ക്കോളി, നിങ്ങള് പൊയ്ക്കോളി കേട്ടോ. അവളില്ല. ബായ്. ഞാനും പോട്ടെ.